നമുക്കിന്നൊരു അറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ എനി ഓഫ് ദി ഡിജിറ്റ്സ് ഇൻ എ നമ്പർ അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പറിലെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നമ്പർ 121 എന്ന നമ്പർ ഇൻപുട്ട് ചെയ്തു. അതിൽ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും 1 2 തവണ വരുന്നുണ്ട്. നമുക്കിനി ലോജിക്ക് നോക്കിയാലോ? ഞാനിവിടെ സി എന്ന പേരിൽ ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതിൽ എല്ലാ വാല്യൂ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മളൊരു ഡിജിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റ്സ് എപ്പോഴും 0യ്ക്കും 9നും ഇടയ്ക്കായിരിക്കും. അതായത് 10 പൊസിഷൻ കാണും. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിലെ ഓരോ ഡിജിറ്റും ഇതുമായി കമ്പയർ ചെയ്ത് അതിൽ ആ പൊസിഷനിൽ നമ്മൾ 0യ്ക്ക് പകരം 1 റീപ്ലേസ് ചെയ്യുന്നു. ഇനിയും വരുവാണെന്നുണ്ടെങ്കിലോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഞാനിവിടെ നമ്പറിനായിട്ട് n എന്ന വേരിയബിൾ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലൂപ്പ് ഉപയോഗിച്ച് ഓരോ ഡിജിറ്റും ഫൈൻഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എപ്പോഴും ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. ആ മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പറിന്റെ റിമൈൻഡർ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന അറയിൽ ആ പൊസിഷനിൽ 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് യെസ് എന്ന് വരും, കാരണം ആ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ആ പൊസിഷനിൽ 1 എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അടുത്ത ഡിജിറ്റിനായി നമ്പറിനെ പിന്നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, 121നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത അറയിൽ ഫസ്റ്റ് പൊസിഷനിലെ 0 മാറ്റി 1 ആക്കുന്നു. ദെൻ എൻ്റെ വാല്യൂ എന്താവും? 12. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 2. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ 0 മാറ്റി 1 ആക്കുന്നു. ദെൻ അഗെയിൻ n 1 ആകുന്ന കേസിലോ റിമൈൻഡർ 1 ആണ്. എന്നാൽ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ഓൾറെഡി 1 എന്ന വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയും ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുന്നു. ഇനി ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾക്കിതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. ഇൻപുട്ട് ചെയ്ത നമ്പർ 0 കഴിഞ്ഞും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. കാരണം ഏതെങ്കിലും ഒരു കേസിൽ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുന്നു. അപ്പോൾ n 0 ആകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അല്ലാത്ത പക്ഷം n 0 ആകുന്നിടം വരെ കണ്ടീഷൻ റൺ ചെയ്യുകയും n 0 ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ആ നമ്പറിലുള്ള ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഈ പ്രോഗ്രാമിന്റെ ലോജിക്ക്. ഇതിന്റെ കോഡ് ഫൈനലിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്